നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഇന്ന് പുത്തൻ പുലരിയിൽ അതിഥിയായി എത്തുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേടിയ മലയാളത്തിൻ്റെ മിടുക്കി ജയശ്രീജ പുത്തൻ പുലരിയിൽ. തിരുവനന്തപുരം സ്വദേശിയാണ്. നരുവാമൂട് സ്വദേശിയായ ശ്രീജ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജ, ആദ്യമേ തന്നെ ജനൻ TV കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു. ശ്രീജ, ഒത്തിരി താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ജനൻ TV. തീർച്ചയായും ഇന്നത്തെ പത്രങ്ങൾ ഞങ്ങളിപ്പോൾ പത്രങ്ങൾ നോക്കുകയായിരുന്നു. പത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ശ്രീജയാണ് ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം ഒന്നാം പേജിൽ. ശ്രീജ ഇങ്ങെടുത്തു ഒന്നാം പേജ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എനിക്കുമുണ്ടൊരു ദിവസം എന്ന് ശ്രീജ സ്വപ്നം കണ്ടിരുന്നു. അത് നടന്നു, അങ്ങനെയല്ലേ? അതെ സർ, തീർച്ചയായിട്ടും. മെയ് 2024 ഞാൻ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത്. അന്ന് ഞാൻ എന്റെ മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീജ ജയ്സ് IFS. ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതത്തുള്ളൂ. 2025-2026 ഞാൻ എക്സാം എഴുതും, ഞാൻ IFS കൊണ്ടുവരും എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു. അപ്പം ഇത് നിറവേറിയത് ഒത്തിരി സന്തോഷമുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 57 കിട്ടിയതിൽ അതിലേറെ സന്തോഷവും ഒത്തിരി നന്ദിയുമുണ്ട്. ജനൻ TV ഇന്നലെ തന്നെ ശ്രീജയുടെ വീട്ടിൽ വന്നിരുന്നു. ശ്രീജയുടെ വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ശ്രീജ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, ചന്ദ്രനെ സ്വപ്നം കണ്ടാലല്ലേ നക്ഷത്രങ്ങളെ എങ്കിലും പിടിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇത് ചന്ദ്രനെ അല്ല, സൂര്യനെ തന്നെ ശ്രീജ അങ്ങ് പിടിച്ചു, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ആഗ്രഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ആഗ്രഹിക്കുക, വർക്ക് ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പാരന്റ്സ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാനും അത് തന്നെയാണ് പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിച്ചത്. അപ്പോൾ ശ്രീജയുടെ കുടുംബം, അതൊക്കെ നമ്മൾ വായിച്ചും പറഞ്ഞുമൊക്കെ മനസ്സിലാക്കി. വളരെ കഷ്ടപ്പെട്ട്, അച്ഛൻ നിർമ്മാണ തൊഴിലാളിയാണ്, അച്ഛൻ കഷ്ടപ്പെട്ട് കടമെടുത്ത് ഒക്കെ പഠിപ്പിച്ച മകൾ ഉന്നത നിലയിലെത്തിയിരിക്കുന്നു. അവിടെ ശ്രീജയുടെ പുറകിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശ്രീജ പഠിച്ച പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. ആ പുസ്തകങ്ങൾ അടുക്കി വെക്കാനുള്ള, അലമാര വാങ്ങാനുള്ള പൈസ പോലും ശ്രീജയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണീര് പിന്നെ ബലത്തിൽ അങ്ങനെ എല്ലാം സ്വരുക്കൂട്ടി പിടിച്ച് അച്ഛനെയും അമ്മയും ഒക്കെ അങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ നേടും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങി. ആ ഒറ്റ തവണയാണ് ഈ പരീക്ഷ എഴുതിയത്, അപ്പം തന്നെ കിട്ടുകയും ചെയ്തു. ശ്രീജ, അതെ, തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും അവര് ഒരിക്കലും എഡ്യൂക്കേഷന് നോ പറഞ്ഞിട്ടില്ല. എൻ്റെ ഏത് ആഗ്രഹത്തിനും കൂടെ ഉണ്ടായിരുന്നു. MCC പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. BA MA ഞാൻ ചെയ്തു. പിന്നെ ഇതിന് ഫോർച്യൂണിൽ ജോയിൻ ചെയ്യണം, എനിക്ക് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞപ്പോഴും അവർ ഫുൾ സപ്പോർട്ടോടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ പാരന്റ്സിനോട് എക്കാലവും ഞാൻ കടപ്പെട്ടിരിക്കും. അവര് ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് ഇനിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്ന. പോലത്തതിന് അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് എൻ്റെ ഈ വിജയം. കാരണം ഇത് എന്റെ മാത്രം വിജയം, ഇത് അവരുടെ വിജയം, എന്റെ നാടിന്റെ വിജയം കൂടെയാണ്. അതെ, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു അഭിമാനം. അച്ഛൻ്റെ അമ്മയുടെയും വിജയമാണ്, നാടിൻ്റെ വിജയമാണ് എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. ശ്രീജ, ഒരു കാര്യം കൂടി, IAS പരീക്ഷ വളരെ കടുകട്ടി പരീക്ഷയാണ്. പരീക്ഷ എഴുതാൻ അതുകൂടാതെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ വളരെ കഠിനതരമായ ചോദ്യങ്ങളുണ്ടായിരുന്നു, വളരെ സിമ്പിളായ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിലൂടെ ഒന്ന് വളരെ ഒരു ഓർമ്മയൊന്ന് പങ്കുവെക്കാമോ ശ്രീജ? എനിക്ക് ഇന്റർവ്യൂ ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത ഒരു ഫേസ് ആണ് പ്രിപ്പറേഷനും. എന്റെ ഇന്റർവ്യൂ ആണെങ്കിലും ഭയങ്കര കോർഡിയൽ ആൻഡ് കോൺവെർസേഷണൽ ബോർഡ് ആയിരുന്നു. ഞാൻ പറയുന്നതെല്ലാം അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. കടുകട്ടി ചോദ്യം എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒന്നും മൂന്നാല് ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും വളരെ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്നതായിരുന്നില്ല എന്റെ ഓവറോൾ പെർഫോമൻസിന്. കാരണം അവസാനം ആയപ്പോഴത്തേക്കും ഒരു സാറ് ചിപ്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം സാർ എന്നിട്ട് വെച്ചു, ഇത് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ വന്നു, അപ്പം ഇതിനെന്തിനാണ് ഇത്ര ടേസ്റ്റ് കൂടുതൽ? അപ്പൊ ഞാൻ ആൻസർ പറഞ്ഞത്, അത് കേരളത്തിലെ നമ്മുടെ സ്വന്തം തേങ്ങ എണ്ണയിൽ ഉണ്ടാക്കുന്നത്, അപ്പം അതായിരിക്കും സ്വാദ് കൂടുതൽ, അത് കേരളത്തിന്റെ തന്നെ സ്വാദാണല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരു മെമ്പർ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ കുറിച്ച് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എൻ്റെ അടുത്ത് ചെയർ ഓൾ ദി ബെസ്റ്റ് ശ്രീജ, ഒരു ഇന്റർവ്യൂസ് ഓവർ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അപ്പോഴത്തേക്കും ആ സാറ് പെട്ടെന്ന് എനിക്കൊരു സജഷൻ തന്നു. അതായത് നെറ്റ്ഫ്ലിക്സിലെ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ കുറിച്ച് ഒരു
ഡോക്യുമെന്റ് ഉണ്ട്, ശ്രീജ എന്തായാലും കാണും. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും സാർ ഞാൻ കണ്ടിരിക്കും. അപ്പം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോ ഞാൻ ആ കോൺവെർസേഷൻ ഒത്തിരി എൻജോയ് ചെയ്യായിരുന്നു. അത് ഇറ്റ് വാസ് വൺ ഓഫ് ദി മെമ്മറബിൾ എക്സ്പീരിയൻസസ് ദാറ്റ് ഐ ഹാവ് എനിക്കുണ്ടായത് ഡ്യൂറിങ് ദിസ് പ്രിപ്പറേഷൻ. ശ്രീജ ആഗ്രഹിച്ചത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. അപ്പോൾ അതിലേക്ക് തന്നെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഇന്ത്യൻ ഫോറിൻ സർവീസ് തന്നെയാണ് എന്റെ 2021 മുതലുള്ള എന്റെ ആഗ്രഹവും സ്വപ്നവും. അതിലോട്ട് തന്നെയാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നിലവിൽ IAS നേടിയിട്ടുള്ള ആരുടെയൊക്കെ ഉപദേശങ്ങൾ തേടി, ആരോടൊക്കെ പോയി, അല്ലെങ്കിൽ ഏതൊക്കെ പഠിക്കണം, IASന് തയ്യാറെടുപ്പുകൾ എന്തെല്ലാം വേണം എന്നുള്ള നിലയിലുള്ള ഉപദേശങ്ങളൊക്കെ തേടിയ ആളുകൾ ആരൊക്കെയായിരുന്നു ശ്രീജ? സർ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആരോടത്തൊന്നും ഉപദേശം തേടിയിട്ടില്ല. ഞാൻ നേരെ ഫോർച്യൂണിലോട്ട് പോയി. അപ്പൊ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ ഞാൻ അതുപോലെ അനുസരിച്ചു. പിന്നെ ഇന്റർവ്യൂവിന്റെ സമയത്താണ് IAS ഓഫീസേഴ്സിനൊക്കെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പം കുറച്ച് ഓഫീസേഴ്സ് മോക്കിലുണ്ടായിരുന്നു. അവരൊക്കെ എപ്പോഴും നല്ല സജഷൻസ് പറയുമായിരുന്നു. അപ്പം അതൊക്കെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അവർ അന്ന് പറയുമായിരുന്നു വി ആർ ഷുവർ ദാറ്റ് യു വിൽ ക്വാളിഫൈ, ഒരു നല്ല കാൻഡിഡേറ്റ് ആണെന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു. പിന്നെ അത് എന്റെ ഇന്റർവ്യൂ പെർഫോമൻസിന് റിഫ്ലക്ട് ആയിട്ടുണ്ട്. ഈ വാർത്തകൾ, നിത്യേനയുള്ള വാർത്തകൾ, പ്രത്യേകിച്ചും പത്രങ്ങൾ വായിക്കണം. പൊതുവെ വിദ്യാർത്ഥികളോട് ഇപ്പോൾ പറയുന്ന കാര്യമാണ്, പത്രങ്ങൾ നിരന്തരം വായിക്കണം, എങ്കിൽ മാത്രമേ അറിവുകൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും വായിക്കണം. അതോടൊപ്പം തന്നെ ഈ വാർത്തകൾ നിരന്തരം ഉണ്ടാകുന്ന കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ, അത് ഉത്തമ ബോധ്യം വേണമല്ലോ. IAS പരീക്ഷയ്ക്ക് ഏറ്റവും വളരെ പ്രാധാന്യമുള്ളതാണല്ലോ ആ കാര്യം, അതുകൂടി. അതെ, കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അത് ഹിന്ദു ആണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇന്റർവ്യൂവിന് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിലോട്ട് മാറുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, പത്രം വായിക്കുന്നത് വഴി നമ്മുടെ ലാംഗ്വേജ് ഒത്തിരി ഇംപ്രൂവ് ചെയ്യും. അതൊരു വാസ്തവമാണ്. നമ്മൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ആവും. പിന്നെ നമുക്ക് essay ഒക്കെ എഴുതാനുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലും റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പത്രം വായന ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓവറോൾ നമ്മളൊരു വെൽ അവെയർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആയി മാറും. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് എന്റെ ഒരു അഭിപ്രായത്തിൽ നോൺ നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രിപ്പറേഷനിൽ. ഈ IAS പരീക്ഷയ്ക്ക് വേണ്ടി അത് സ്വപ്നം കാണുന്ന നിരവധി കുട്ടികളുണ്ട്. അല്ലെ, ശ്രീജയ്ക്കൊപ്പം പരീക്ഷ എഴുതിയവരൊക്കെ ഉണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത് ശ്രീജ? എനിക്ക് പറയാനുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഇഫ് യു ഹാവ് എ ഡ്രീം ടു റൈറ്റ് സിവിൽ സർവീസസ് എക്സാം, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ഡോണ്ട് തിങ്ക് ട്വൈസ്. ഇത് സെറ്റ് ബാക്സ് എന്തായാലും ഉണ്ടാവും. ആ സമയങ്ങളിലൊന്നും പതറി വീഴരുത്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഒന്നും ഒരിക്കലും ഒരു ലിമിറ്റേഷൻ അല്ല. നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ഗോ ഫോർ ഇറ്റ്. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഒരു എക്സാം എന്ന് പറയുന്നത് വെറും റാങ്കോ സക്സസ് അതൊന്നും മാത്രമല്ല. ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്പിരിറ്റിലായിട്ട് എടുത്ത് നമ്മൾ അതിനെ ഒരു മേജർ പാർട്ടാക്കി വെച്ചിട്ട് മുന്നോട്ട് പോവാം. ആൻഡ് പ്രോസസ് എൻജോയ് ചെയ്യുക. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷേ ദാറ്റ്സ് എ സെക്കൻഡറി. പ്രോസസ് എൻജോയ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ്. നമുക്കറിയാം, ഈ IAS നേടുന്നവരൊക്കെ ഏത് സംസ്ഥാനത്താണോ ജോലി ലഭിക്കുന്നത് അവിടെ എത്തുമ്പോൾ ആ പ്രാദേശിക ഭാഷ പഠിക്കണം. അത് കുറച്ച് ദുഷ്കരമായ കാര്യമാണ്. എങ്കിൽ പോലും നമ്മുടെ IASകാരൊക്കെ അതൊക്കെ സാധ്യമാക്കുന്നുമുണ്ട്. അതൊക്കെ വെല്ലുവിളിയായി തോന്നും എന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ചും ഒരു പരിചയമില്ലാത്ത നാട്ടിലൊക്കെ ചെല്ലുക, അവിടെ ആ ഭാഷ പഠിക്കുക, അതൊക്കെ എങ്ങനെ സാധ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സാർ, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്കിങ്ങനെ ഈ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഭയങ്കര എനിക്കിഷ്ടമാണ്. അപ്പോൾ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ഇറ്റ്. ഇപ്പം ഏത് ലാംഗ്വേജ് ആണ് കിട്ടുകയെന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഈ ശ്രീജയ്ക്ക് ഇത് പറ്റും എന്ന് ശ്രീജയോട് ആദ്യം പറയുന്ന ആരാണ്? സ്കൂൾ പഠനകാലത്താണല്ലോ. ശ്രീജ വളരെ മിടുക്കിയായിരുന്നു. ഞാൻ വാർത്തകൾ, ശ്രീജയെ പറ്റിയുള്ള വാർത്തകൾ നോക്കിയപ്പോൾ പരീക്ഷയ്ക്ക് +2 പരീക്ഷയാണെന്ന് തോന്നുന്നു, മുഴുവൻ മാർക്കും നേടിയാണ് വിജയിച്ചത് എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെയല്ലേ? 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു, +2 മുഴുവൻ മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ശ്രീജ വളരെ മിടുക്കിയായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ശ്രീജയ്ക്ക് പറ്റും, IASകാരി ആകാൻ പറ്റുമെന്നൊക്കെ പഠനകാലത്ത് ശ്രീജയോട് പറഞ്ഞു തന്ന അധ്യാപകരാണോ? ആദ്യം ഞാൻ എന്റെ അച്ഛനമ്മയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ അച്ഛനമ്മ പറഞ്ഞ അമ്മ അതിനെ കൊണ്ട് പറ്റും. പിന്നെ എന്റെ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും പറയുമായിരുന്നു, ശ്രീജ നീ മിടുക്കിയാണ്, നീ എവിടെയെങ്കിലും ഒക്കെ വലിയ നിലകളിലെത്തും, ഞങ്ങൾക്ക് പത്രങ്ങളിൽ കൂടെ അതൊക്കെ കാണാം. അത് ത്രൂ ഔട്ട് സ്കൂൾ, കോളേജ്,
ടീച്ചേഴ്സിനെല്ലാം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവര് എന്നിൽ ഭയങ്കര പ്രൗഡ് ആയിരുന്നു. അത് അവരെപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു. അപ്പം ഇത് സത്യം പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് പറയും, നാട്ടുകാർക്ക് എല്ലാം അറിയാം നീ ഒരു സംഭവമാണെന്ന്, നിനക്ക് മാത്രം അറിയത്തില്ല നീ സംഭവമാണ് സംഭവമാണെന്ന്. ശ്രീജ, ഒരു സംഭവമാണ്. അതെ, അത് എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് പറയും. ഇന്നലെ ഞാൻ കുറെ ഐ ടോൾഡ് യു സോസ് ഞാൻ കേട്ടായിരുന്നു. ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞതായിരുന്നു, ഞങ്ങളൊരു സർപ്രൈസിലൊന്നും അല്ലാന്ന് എന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും മെന്റേഴ്സും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ശ്രീജ, ഇനിയിപ്പോ പറയാനുള്ളൊരു കാര്യം, ശ്രീജ ഈ പഠനമല്ലാതെ മറ്റേതൊക്കെ മേഖലയാണ് ശ്രീജ ഇഷ്ടപ്പെടുന്നത്? പഠനേതര കാര്യങ്ങൾ. സർ എനിക്ക് ക്വിസിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. +1 +2 സ്റ്റേറ്റിൽ എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു ബേസിക്കലി. എനിക്ക് ഒന്നിനോടും ഒരു പഠിപ്പിച്ച ടൈപ്പ് ആയിരുന്നു സ്കൂൾ വരെ. പക്ഷെ MCC പോയപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾക്ക് ഹോൾ സിസ്റ്റം ആണ്. ഹോസ്റ്റൽ ഞങ്ങൾ ഹോൾ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഞാൻ മാർട്ടിൻ ഹാളിലായിരുന്നു. അവിടെ പോയത് മുതൽ എനിക്കൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ലൈക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എനിക്കൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ എന്തായാലും പോവും അവിടെ. ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല, പക്ഷെ എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഞാൻ കാണും. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അപ്പോഴത്തേക്കാണ് ആ ഒരു ചമ്മലൊക്കെ മാറി, അത്യാവശ്യം നല്ല സ്മാർട്ടൊക്കെ ആയി. പിന്നെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും. എന്തായാലും എല്ലാത്തിനകത്തും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, എല്ലാം ഹാപ്പിനെസ് തരുന്ന കുറെ കാര്യങ്ങൾ എല്ലാത്തിനകത്തും ഉണ്ടല്ലോ. അപ്പം എല്ലാത്തിനും അങ്ങ് പോകും. ഏത് തരം പുസ്തകങ്ങൾ നോക്കിയാൽ, കഥകൾ, കവിതകൾ, ഏത് തരം പുസ്തകങ്ങളാണ് ഇഷ്ടം? സിനിമയോടുള്ള ഇഷ്ടം, അതൊക്കെ ഒന്ന് പറയാമോ? അതെ സാർ, അതും സിനിമ കാണുന്നതായാലും പുസ്തകങ്ങളായാലും ഞാൻ യൂഷ്വലി ഞാൻ അതിന്റെ ബുക്സ് ആണെങ്കിൽ ഞാൻ അതിന്റെ ബ്ലോഗ് വായിച്ചു വെക്കും. തീം എനിക്ക് എക്സൈറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാനത് വായിക്കും. പിന്നെ അതിലെനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പം റിപ്പീറ്റ് അടിച്ച് വായിക്കും. പലപ്പോഴും ഞാൻ വായിക്കുന്നത് ഒത്തിരി ലോങ് ടൈമിൽ ഞാൻ ഓർത്തിരിക്കില്ല, പക്ഷെ ഞാനിപ്പോ ആ ബുക്ക് വീണ്ടും തുറക്കുവാണെങ്കിൽ എനിക്ക് ഓർമ്മ വരും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ആക്ച്വലി. ആൻഡ് സിനിമകളാണെങ്കിലും ഞാൻ അതിന്റെ ആ ഒരു കുഞ്ഞ് ഒരു പാരഗ്രാഫ് കാണുമല്ലോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ, തീം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് കാണും. പിന്നെ ഞാൻ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് അങ്ങനെ കാണുന്ന പരിപാടി ചിലപ്പോൾ എനിക്ക് വർക്കാവാറില്ല. എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ ഡെഫിനറ്റ്ലി ഐ വാച്ച് ഇറ്റ്. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ചെറുതിലേക്ക്. ഇന്നിപ്പോൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആശ്രയിക്കുന്ന ഓൺലൈൻ പഠനത്തെയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ടൊരു ക്ലാസ്സിൽ പോയി പഠിക്കുന്നതാണോ നമുക്ക് കൂടുതൽ ഹൃദ്യസ്ഥമാകുന്നത്, അതോ ഓൺലൈൻ വിദ്യാഭ്യാസമാണോ? ഏതാണ് ശ്രീജയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായി തോന്നുന്നത്? സർ, ഞാൻ ഫോർച്യൂൺ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് PCM ക്ലാസ്സസ് ഞാൻ ഫുൾ ഓൺലൈനിലാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായിരുന്നു. ഞാൻ വീട്ടിലാണ്, എൻ്റെ പാരന്റ്സ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, നല്ല ഫുഡ് എനിക്ക് കിട്ടും സമയാസമയത്തിന്. പിന്നെ എനിക്കിപ്പം ടെൻഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് നേരെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചാൽ മതി, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് പോകും. അപ്പം അതൊരു എനിക്കൊരു കംഫർട്ട് സ്പേസ് ആയിരുന്നു. ആൻഡ് ഞാൻ മാത്രം തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് പഠിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേജറിൽ എൻ്റെ ഡ്യൂട്ടി. അത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, ഞാൻ പഠിച്ചു. അതിപ്പം എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷേ വേറൊരാൾക്ക് അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് എനിക്ക് തോന്നുന്നു ഓരോ കുട്ടികളും അവർ തന്നെ സ്വയം കണ്ടുപിടിക്കണം അവരുടെ കംഫർട്ട് ഏതാണെന്ന്. എന്നിട്ട് അത് ജസ്റ്റ് ഡു ഇറ്റ്. ആരും പറയുന്ന കേട്ടിട്ടല്ല, സ്വന്തം കാര്യം സ്വന്തം വഴി നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അങ്ങ് പർസ്യൂ ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഈ പെൺമക്കളോട് അച്ഛന്മാർക്കാണ് കൂടുതൽ ഇഷ്ടമെന്നുള്ളത്, അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ളതല്ല. അപ്പോൾ ശ്രീജ പഠിക്കാൻ രാത്രിയിലൊക്കെ ഇരിക്കുമ്പോൾ ഉറക്കം വിളച്ച് ശ്രീജയ്ക്ക് അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ കടുങ്കാപ്പി അനത്തി തരിക, അല്ലെങ്കിൽ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ രാവിലെ പഠിക്കാൻ വേണ്ടി വിളിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആരാണ് ശ്രീജ? അമ്മയാണോ അച്ഛനാണോ? രണ്ടുപേരും ഉണ്ടാവൂല്ലേ? എന്നെ ആരും പഠിക്കാനൊന്നും വിളിക്കത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് പോയിരുന്ന് പഠിക്കുന്ന ആരും പറയത്തില്ല. അതില്ല ഞാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ അച്ഛനൊക്കെ രാത്രി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ചോദിക്കും, മക്കളെ നീ ഉറങ്ങുന്നില്ല, നീ ഇത്രയും നേരമായാലും നീ കിടന്ന് ഉറങ്ങിയിട്ടിരുന്ന് പഠിക്കുക. അത് അമ്മയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അവരെന്റെ ഹെൽത്തിൽ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിട്ട് കിടക്കുന്നുള്ളൂ, ലേറ്റ് ആയാലും കുഴപ്പമില്ല, പിന്നീട് കിടന്ന് ഉറങ്ങാന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. രണ്ടുപേരും അങ്ങനെ അവരെല്ലാം എന്നെ മൊത്തത്തിൽ എന്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്കുമായിരുന്നു. പിന്നെ അവര് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ഇൻ ചെയ്യുമായിരുന്നു ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ. എന്തായാലും അവർ വിചാരിച്ചതുപോലെ തന്നെ ശ്രീജ നല്ല നിലയിലേക്ക് വന്നു. ഒരു കാര്യം കൂടി ചോദിക്കാം, ഈ രാത്രിയിൽ ഉറക്കമില്ലാതൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ചിലർ കുട്ടികൾ പറയും അധികം ആഹാരം കഴിക്കാൻ പാടില്ല, ഇന്ന ആഹാരം കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ ശ്രീജ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ എന്തായാലും കഴിക്കും. കൂടുതൽ ഒന്നും ആലോചിക്കാനൊന്നും പോകത്തൊന്നുമില്ല. കിട്ടുന്നൊക്കെ ഞാൻ കഴിക്കും, എനിക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ. എന്തായാലും വളരെയധികം നന്ദി. ജനൻ ടിവിക്ക് ഒപ്പം ഈ IAS തിളങ്ങി നിൽക്കുന്ന വേളയിൽ
ശ്രീജ ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം ചേർന്നു. നിരവധി കുട്ടികൾക്ക് ശ്രീജ ഒരു പ്രചോദനമായി മാറട്ടെ. ശ്രീജയുടെ വിജയത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാവിധ ആശംസകളും സ്നേഹവും അതുപോലെ തന്നെ സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. വളരെയധികം നന്ദി ശ്രീജ. ശ്രീജയാണ് IAS റാങ്കിൽ 57ാം റാങ്ക് നേടി മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ ശ്രീജയാണ് നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്. പുത്തൻപുലരി ഈ നിമിഷം പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്തേ.